ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദേവയാനിയുടെ വിവാഹം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് യയാതിയുടെയും ദേവയാനിയുടെയും വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. യയാതി ദേവയാനിയെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് പോയ കാര്യം പറഞ്ഞല്ലോ. ഈ സമയം ദേവയാനി ദുഃഖത്തോടെ ആശ്രമത്തിൽ കഴിയുകയായിരുന്നു. ശർമ്മിഷ്ഠ ചെയ്ത കൊടും ക്രൂരതയാൽ ദേഷ്യം തോന്നിയ ദേവയാനി നമുക്ക് അസുരന്മാരുടെ കഴിയേണ്ട എന്ന് ശുക്രാചാര്യരോട് പറഞ്ഞു. ശരിയാണെന്ന് തോന്നിയ മഹർഷി ഇവിടെ നിന്ന് നാട് വിടുകയാണെന്ന് രാജാവായ വൃഷപർവാവിനോട് പറഞ്ഞു. ശർമ്മിഷ്ഠ ചെയ്ത കാര്യങ്ങളെല്ലാം മഹർഷി രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട രാജാവ് മാപ്പ് പറയുകയും പുത്രി ചെയ്ത അധർമ്മത്തിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ശർമ്മിഷ്ഠ തൻ്റെ ദാസിയായ എല്ലാം ക്ഷമിക്കാമെന്ന് ദേവയാനി പറഞ്ഞു. രാജാവ് പുത്രിയുമായിട്ട് ആലോചിച്ചു. തൻ്റെ വംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദാസിയാകാമെന്നും ശർമ്മിഷ്ഠ സമ്മതിച്ചു. അങ്ങനെ അവൾ ദേവയാനിയുടെ ദാസിയായിട്ട് കഴിഞ്ഞു. ഒരു ദിവസം ശർമ്മിഷ്ഠ ദേവയാനിയുടെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ യയാതി ദേവയാനിയെ വിവാഹം കഴിക്കാനായി തയ്യാറായിട്ട് വന്നു. ഈ വിവരം ശുക്രാചാര്യരും അറിഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹം മഹർഷി നടത്തിക്കൊടുത്തു. വിലയേറിയ രത്നാഭരണങ്ങളും സമ്പത്തും ശർമ്മിഷ്ഠയുടെ അച്ഛനായ വൃഷപർവാവ് ദേവയാനിക്ക് നൽകി. പിന്നീട് ദമ്പതികൾ ഭർത്താവിൻ്റെ കൊട്ടാരത്തിൽ പോകാൻ തയ്യാറായി. ദേവയാനി ദാസിയായ ശർമ്മിഷ്ഠയെയും കൊണ്ട് പോകാൻ തയ്യാറായി. അപ്പോൾ ശുക്രാചാര്യർ യയാതിയോട് ഇങ്ങനെ പറഞ്ഞു: ഹേ രാജാവേ, അങ്ങൊരു യുവാവാണ്. ദേവയാനിയുടെ ഇഷ്ടത്തിനെതിരായി ഈ ദാസിയുമായി അടുത്താൽ എൻ്റെ ശാപത്തിന് അങ്ങ് കാരണമാകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരെ യാത്രയാക്കി. അവർ കൊട്ടാരത്തിലെത്തി. ശർമ്മിഷ്ഠ ദാസിയാണെങ്കിലും ഒരു രാജകുമാരി ആയതിനാൽ പ്രത്യേക ഒരു മന്ദിരം അവർക്ക് നൽകി. ശർമ്മിഷ്ഠ പകൽ ദേവയാനിയെ പരിചരിച്ചിട്ട് രാത്രിയിൽ ആ മന്ദിരത്തിലേക്ക് പോകും. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ യയാതിക്ക് ശർമ്മിഷ്ഠയിൽ അനുരാഗം ഉണ്ടായി. ദേവയാനി അറിഞ്ഞതേയില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ദേവയാനിക്ക് 2 പുത്രന്മാരും ശർമ്മിഷ്ഠയ്ക്ക് 3 പുത്രന്മാരും ഉണ്ടായി. യയാതി എല്ലാം രഹസ്യമാക്കി വെച്ചിരുന്നു. കുട്ടികളെല്ലാം യുവാക്കളായി. രഹസ്യമായി വെച്ചിരുന്ന ശർമ്മിഷ്ഠയുമായിട്ടുള്ള ബന്ധം ദേവയാനി അറിഞ്ഞു. ഉടൻ തന്നെ കോപത്തോടെ ഈ വിവരം ദേവയാനി ശുക്രാചാര്യരെ അറിയിച്ചു. രോഷാകുലനായ മഹർഷി ഉടൻ തന്നെ കൊട്ടാരത്തിലെത്തി യയാതിയെ ശപിച്ചു. ജരാനരം ബാധിച്ച വാർദ്ധക്യം ലഭിക്കട്ടെ എന്നാണ് ശപിച്ചത്. യയാതി മഹർഷിയുടെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. എന്നിട്ട് അങ്ങയുടെ മകളെ രക്ഷിച്ചത് താനാണെന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോൾ മഹർഷിക്ക് പശ്ചാത്താപം ഉണ്ടായി. എന്നിട്ട് ശാപമോക്ഷം നൽകി. നിന്റെ ജരാനരയും വാർദ്ധക്യവും മക്കൾ ആരെങ്കിലും ഏറ്റെടുത്താൽ അങ്ങയ്ക്ക് പഴയതുപോലെ യുവത്വം ലഭിക്കുമെന്ന് ശാപമോക്ഷവും നൽകി. ഉടൻ തന്നെ സുന്ദരനായ യയാതി ശാപത്താൽ വൃദ്ധനായി തീർന്നു. നിന്റെ വൈരാഗ്യ ബുദ്ധിയാൽ നിന്റെ ജീവിതം നീ നശിപ്പിച്ചു കളഞ്ഞെന്ന് ദേവയാനിയോട് പറഞ്ഞിട്ട് മഹർഷി ആശ്രമത്തിലേക്കും പോയി. വൃദ്ധനായ യയാതിയെ ശർമ്മിഷ്ഠയാണ് പരിചരിച്ചത്. വിഷമത്താൽ ദേവയാനി ഏകാകിയെപ്പോലെ ദുഃഖത്തോടെ കഴിഞ്ഞു. വാർദ്ധക്യം മൂലം വിഷമിച്ച യയാതി തൻ്റെ പുത്രന്മാരെ വിളിച്ച് കുറച്ച് നാളത്തേക്ക് തൻ്റെ വാർദ്ധക്യം ആരെങ്കിലും സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ മൂത്ത 4 മക്കളും അതിന് തയ്യാറായില്ല. അവസാനത്തേതും ശർമ്മിഷ്ഠയുടെയും മകനായ പുരു പറയാതെ തന്നെ അതിന് തയ്യാറായി. ശർമ്മിഷ്ഠയും അതിന് പ്രേരിപ്പിച്ചു. അങ്ങനെ യയാതിയുടെ വാർദ്ധക്യം പുരുവിന് നൽകി. പുരുവിൻ്റെ യൗവനം യയാതിയും സ്വീകരിച്ചു. പിന്നീട് കുറേ കാലം എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി രാജ്യം ഭരിച്ചിട്ട് പുരുവിന് യൗവനം തിരിച്ചു നൽകി. എന്നിട്ട് പുരുവിന് രാജാവായി പട്ടാഭിഷേകം നടത്തി. അത് കഴിഞ്ഞ് യയാതി വനവാസത്തിനായിട്ട് പോയി. പുരുവംശത്തിൻ്റെ ശ്രേഷ്ഠനായ രാജാവായി പുരു ഭരണം നടത്തി. കുഞ്ഞുങ്ങളെ, രാജാവായിട്ട് മഹർഷി പറഞ്ഞ വാക്ക് തെറ്റിച്ചതിനാൽ കിട്ടിയ ശാപം കണ്ടല്ലോ. അതുപോലെ തന്നെ തൻ്റെ ജീവിതം പോയാലും തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത മകനായ പുരുവിൻ്റെ മഹത്വവും കണ്ടല്ലോ. പുരുവിനെ പോലെ ആത്മാർത്ഥമായ സ്നേഹമാണ് അച്ഛനോടും അമ്മയോടും മാത്രമല്ല എല്ലാവരോടും കാണിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തുന്നു. ഹരി ഓം തത്സത്.